ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മളിന്നൊരു ഏലം നടുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് എങ്ങനെ നടുകയാണ് എന്താ ഏതൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് വയനാട്ടിൽ പോയ സമയത്ത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടെന്നാണ് കേട്ടത്. പക്ഷേ ഇത് ഇവിടെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ എനിക്ക്. ഇത് ഇങ്ങനെ അപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ ഇങ്ങനെ കണ്ടു. നമുക്കിപ്പോൾ എന്തും ഏതും യൂട്യൂബിൽ നോക്കിയാൽ കിട്ടുമല്ലോ. അപ്പോൾ അതിലിങ്ങനെ കണ്ടു, ഇത് മേലെ കൂടെയാണ് വേരോട്ടുണ്ടാവുക. അപ്പം അധികം താഴ്ത്തി നടണ്ടാവൊക്കെ. അപ്പം നമ്മളെ മലപ്പുറം ജില്ലയിൽ ആരെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ അധികം കാണാറില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും ഇത് ഇങ്ങനെ ഒരു തണുത്തൊരു ഏരിയയിലാണ് നടാൻ പോകുന്നത്. പൈപ്പിൻ്റെ അടുത്തായിട്ട് അധികം വെയിലില്ലാത്ത സ്ഥലത്ത് നട്ട് നോക്കട്ടെ. കിട്ടി ഉണ്ടായാലും രസമല്ലേ കാണാൻ. അപ്പം അങ്ങനെ എന്തായാലും നട്ട് നോക്കുകയാണ് കേട്ടോ. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണ ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കട്ടെ എനിക്ക്. നമ്മുടെ കമൻറ്റ് ചെയ്താൽ മതിട്ടോ. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് മാറ്റി നട്ടു കൊടുക്കാമല്ലോ. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഞാനത് നടുന്നത്. അധികം ആഴത്തിലൊന്നും കുയ്യുത്തുന്നില്ല കേട്ടോ. ഞാൻ ഒക്കെ നോക്കട്ടെ എന്തായാലും. അപ്പോൾ ഇതേപോലെ അവിടെയൊക്കെ ക്ലിയർ ആക്കിയിട്ട് ജസ്റ്റ് ഒന്നോട് കളിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ആക്കുമല്ലോ എന്നുള്ള ഇതിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കുറേ വീഡിയോസ് ഞാൻ കണ്ടു. അതിലൊക്കെ കണ്ടത് അധികം ആഴത്തിൽ നടണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് നട്ട് നോക്കട്ടെ എന്തായാലും. നമുക്കിപ്പോൾ ഏതും യൂട്യൂബിൽ നിന്ന് കിട്ടുമല്ലോ അല്ലേ. നമ്മൾ ഈ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ അതേപോലെ ഞാനൊരു ആവശ്യം വന്നപ്പോൾ അതേപോലെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആയം പോലെ ഇട്ട് വെച്ചപ്പോൾ അപ്പോൾ ജസ്റ്റ് ഇറങ്ങി നിൽക്കണമല്ലോ. അപ്പം ജസ്റ്റ് ഒരു കുറച്ചൊരു ആഴത്തിലൊരു കുയ്യൊക്കെ ആക്കിയിട്ട് ഞാൻ നട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇത് 3 സംഭവങ്ങൾ 3 വെവ്വേറെ ഉണ്ടായിരുന്നത്. അതൊക്കെ അതേപോലെ ഞാൻ ഒരേ സ്ഥലത്ത് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഉണ്ടാവുമോ ഇല്ലയെന്ന് നോക്കട്ടെ എന്തായാലും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തൈകൾ നട്ട് കഴിഞ്ഞാൽ ഒരു കായെങ്കിലും ഉണ്ടായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാനത് കുറേ കാലം കാണാൻ വേണ്ടി വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് വെക്കൂട്ടോ. പിന്നെ ഉണ്ടായിട്ടില്ലെങ്കിലും കുറേ കാലം കഴിഞ്ഞ് നമുക്ക് കാണുമ്പോഴും ഒരു സന്തോഷമല്ല. നമ്മളെ കുട്ടിക്ക് കാണിച്ചു കൊടുക്കാനത് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു, അതിന്മേൽ ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഞാനത് കുറേ ഫോട്ടോസ് എടുത്ത് വെക്കൂട്ടോ. അതിൻ്റെയൊക്കെ ഈ ഒരു പൂവായാലും ശരി കുറേ ഫോട്ടോസ് എൻ്റെ ഫോണിലുണ്ടാവും. അതൊക്കെ ഒരു സന്തോഷമാണല്ലേ. എന്നെ സംബന്ധിച്ചൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിതേപോലെ ഒക്കെ നട്ട് കേട്ടോ. 2-3 തൈകൾ അതൊക്കെ നട്ടു. നമ്മുടെ വീഡിയോ കാണുന്ന പലരും നമ്മളെ വീഡിയോ കണ്ട ലൈക്കൊന്നും ചെയ്യാറില്ല കേട്ടോ. ലൈക്ക് ചെയ്താലേ നമ്മളെ വീഡിയോസ് ഒന്ന് സജഷനായിട്ട് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് കുറേ പേർക്ക് അന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു അഗ്ലോണിമയാണ് കേട്ടത്. ഇതിന്നിപ്പം കണ്ടോ, ഒന്ന് കൊടുത്തപ്പോൾ കുറേ തൈകളാണ് എനിക്കുണ്ടായത് കേട്ടോ. അപ്പോൾ ഇതന്ന് വയനാട്ട് വില ചോദിച്ചപ്പോൾ 250 രൂപയാണ് ഇതിന് ഒരു തൈക്ക് അവർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ ഒന്നും ഇട്ട് കൊടുക്കാറില്ല, ഇപ്പോൾ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും. അതേപോലെ ഇത് ഞാനിപ്പോൾ അടുത്ത് വാങ്ങിയിട്ടുള്ളൊരു കലാത്തിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. നമ്മളെ പിന്നെ വീഡിയോസിനൊക്കെ ഒന്ന് സജഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കും കേട്ടോ. ഓക്കെ. പിന്നെ അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു ഗാർഡൻ. ഇങ്ങനെയൊക്കെയാണ്. കുറേ സ്ഥലങ്ങളൊന്നുമില്ല വെക്കാനുള്ള സ്ഥലത്ത് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ചെടികളൊന്നുമില്ല. ഉള്ള ചെടികളൊക്കെ കുറേ തൈകളൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവരാണ്. അതേപോലെ വയനാട്ടിലത്തെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന റോസിൻ്റെ കമ്പുകൾ കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ വെള്ളത്തിൽ ഒരു ബോട്ടിൽ മൂസിൽ അങ്ങനെ ഇട്ട് വെച്ചതാണ് വേര് വരാൻ വേണ്ടിയിട്ട്. റോസ് ഞാൻ എത്ര നട്ടാലും ശരിയാവാത്തൊരു സാധനമാണ് കേട്ടോ. വാങ്ങിക്കൊണ്ടിരുന്ന റോസ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വാങ്ങാൻ മെനക്കെടാറില്ല. അങ്ങനെ ഇത് അവിടെ കോമൺ ആയിട്ട് അവിടെ ഉള്ള റോസാണെന്നാണ് പറഞ്ഞത്. അതുപോലെ ഈ റോസ ഗാർഡനിൽ അവർ സാധനം ഇറക്കിയ സമയത്ത് വീണിട്ട് കവർ വിട്ട് അവർ ഉപേക്ഷിച്ചതാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഈ ബോട്ടിലിട്ട് ചിക്കാണ്. പിന്നെ അന്ന് ഞാൻ വാങ്ങിയ ജമന്തികളാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. എനിക്കിപ്പോൾ തോന്നുന്നു 2 കൂടെ വാങ്ങായിരുന്നു എന്നൊക്കെ ഫീൽ ആവുന്നുണ്ട് എനിക്ക്. അങ്ങനെ തോന്നലൊക്കെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ പിടിക്കുമോ എന്നറിയില്ല. ജസ്റ്റ് നോക്കട്ടെ ഞാൻ എന്തായാലും. പിന്നെ അതേപോലെ ഈ ഒരു വിങ്ക, നമ്മളിതിന് വിങ്ക എന്നൊന്നുമല്ല കേട്ടോ. വിങ്ക എന്നുള്ള പേരൊക്കെ പഠിത്തമാണ് ഞാൻ അറിഞ്ഞത്. ഇതിനൊക്കെ ഞങ്ങൾ നിത്യ കല്യാണി അങ്ങനെയൊക്കെ പറയാം. അതേപോലെ ഈ ഒരു ബാൾസം ഇതും ഞാൻ വാങ്ങിയതായിരുന്നു. ഉണ്ടാവുമായിരിക്കൂലേ. പിന്നെ ഞങ്ങൾ നാടുകാണി ചുരം കയറുന്ന സമയത്ത് അവിടെ വണ്ടി നിർത്തിയപ്പോൾ കണ്ടൊരു പ്ലാന്റാണ് ഇട്ടത്. ഇത് എനിക്ക് നല്ല രസം തോന്നി. അങ്ങനെ വീഡിയോ എടുത്തതാണ്. നമുക്ക് ചെടിയൊക്കെ ആക്കി വീട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ കാണാൻ. എന്താ ഞാൻ പറിച്ചിട്ടില്ല കേട്ടോ. ഹസ്ബൻഡ് പറിക്കാൻ സമ്മതിച്ചിട്ടില്ല. പറിക്കാനൊക്കെ ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഹസ്ബൻഡ് സമ്മതിച്ചിട്ടില്ല പറിക്കാൻ. പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. നല്ല ഒരു പുള്ളിയൊക്കെ ആയിട്ട് ഇതൊക്കെ തന്നെ നമ്മളൊക്കെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് നടുന്ന സാധനം അല്ലേ.
പിന്നെ അങ്ങനെ ചുരം കയറുന്ന സമയത്താണ് ഈ ഒരാൾ മാതോളി നാരങ്ങ വിൽക്കുന്നത് കണ്ടു കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ മാതോളി നാരങ്ങ എന്നാണ് പറയട്ടോ. അങ്ങനെ വലിയൊരു കായായിരുന്നു വാങ്ങി തന്നപ്പോൾ. വലിയ കളറൊന്നുമില്ല, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അധികം മധുരമൊന്നും ഇല്ലെങ്കിലും പുളിപ്പല്ല എന്തായാലും, പക്ഷെ നല്ല ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറ്റേ ബട്ടർ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബട്ടറില്ലേ അതും. ഇതിൽ വലിയ അത്ഭുതം കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.